ഇവിടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ വളരെ ഗുരുതരമായ സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോൾ അവിടെ അത് സംഭവിക്കുന്നത് എന്താ അറിയാം, ഇവൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇയാൾക്ക് സംശയമേയില്ല. അതാണ് അയാളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇവർ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവരിത് ചെയ്യാത്തത് കൊണ്ട് ഇയാൾ സംശയിച്ച് പറയാണെന്നാണല്ലോ ഇവർ വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അയാൾ സംശയിച്ചല്ല പറയണത്, അയാൾ 100%. അതുകൊണ്ടാണ് അയാൾ മക്കളോട് പറഞ്ഞത് ഉമ്മനെ പോലെ ആകണ്ട. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ സംശയങ്ങൾ പറയുന്നതോട് നമുക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായി പറയാൻ പറ്റും, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരൻ. ഇനി ഇവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കാം, എങ്കിൽ പോലും വ്യക്തമായ തെളിവുകളില്ലാതെ ഇത് പറയുന്നത് ഗുരുതരമായ പാപമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പല ആളുകളും ഊഹത്തെ ഇന്ന ബാലല്ലൻ ഇസ്മ എന്ന് പറഞ്ഞതിൽ ഊഹത്തെ വേർതിരിക്കുമ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തും തോന്നാം, അത് ഊഹാണ്, അത് കുറ്റമല്ലാത്ത ഊഹമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും പ്രകടിപ്പിച്ചാൽ, ഇപ്പൊ ഈ ഭർത്താവിന് ഈ തോന്നിയതൊക്കെ തോന്നാം, പക്ഷെ അയാൾ ഈ പറയുന്ന പ്രതികരണങ്ങൾ, അവൾ ഇങ്ങനെ ചെയ്യുന്നു, അവൾ പിന്നെ രാത്രി എഴുന്നേറ്റ് വേറെ പുരുഷന്മാരെ തേടി പോകുന്നു എന്നൊക്കെ എങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതൊക്കെ പറയുന്നത് അയാളുടെ മനസ്സിന്റെ തോന്നലുകളെ അയാൾ എന്ത് ചെയ്യണം, സംസാരത്തിലൂടെ പ്രകടിപ്പിക്കണം. അപ്പൊ അത് കുറ്റായി. നേരെ മറിച്ച് മനസ്സിൽ വിചാരിച്ചു പോയി, മനുഷ്യനല്ലേ, എന്തും വിചാരിക്കാം, പക്ഷെ അത് കുറ്റല്ല. നേരെ മറിച്ച് അത് പ്രകടിപ്പിക്കുന്നതിലേക്ക് വരുമ്പോൾ തെറ്റാണ്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ ഭർത്താവിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഈ സഹോദരി ഏകദേശം അദ്ദേഹത്തിന്റെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീ തൽക്കാലം എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ അവരുടെ ഭാഗത്തും അതൊരു വലിയ തെറ്റൊന്നുമല്ല. കാരണം ഒരു സ്വൈരമില്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ, ഒരു ബുദ്ധിമുട്ടായ ഘട്ടമാണ്. പക്ഷെ എങ്കിൽ പോലും എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ എന്ത് ചെയ്യും, വിജയിച്ചേക്കും. അപ്പോൾ ഇത് തീവ്രമായ സംശയരോഗങ്ങളുള്ള ആളുകൾ പൊതുവെ ഒരു കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയാൾ പറയുന്ന തെളിവുകളെ ഗണ്ണിച്ച് അതൊരു സംശയമാണെന്ന് അയാളോട് പറഞ്ഞാൽ അയാൾ അംഗീകരിക്കില്ല. കാരണം വർഷങ്ങളോളമായി അയാൾ പറയുന്ന ഒരു വാദം അവിടെ അവസാനിക്കണല്ലോ. അതുകൊണ്ട് ഒരു പുരുഷനും അത് അംഗീകരിക്കില്ല. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയാ, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഇനി ഈവൻ അത് മുഴുവനും സത്യമാണെന്ന് വിചാരിക്കാം, 100% സത്യമാണെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങളത് സത്യമാണെങ്കിൽ അതിന് വളരെ കൃത്യമായൊരു തെളിവ് കിട്ടുന്നത് വരെ നിങ്ങൾക്കത് പറയാൻ പാടില്ല. അതിൻ്റെ പേരിൽ ഒരു പ്രതികരണവും ഒരു കമൻറ്റും ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അവിടെ നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ പൊതുവെ കുറേ ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഇവരെ പീഡിപ്പിക്കുന്നതും വാക്കുകൊണ്ട് ദ്രോഹിക്കുന്നതിനൊക്കെ ഒരു ശമനം കിട്ടാറുണ്ട് സാധാരണഗതിയിൽ. പിന്നെ ഇപ്പോൾ ഇതൊരു രോഗമാണെങ്കിൽ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ പലപ്പോഴും അതിന് വഴങ്ങിക്കൊള്ളണം എന്നില്ല. പിന്നെ ഇപ്പം ഇത്തരം സ്ത്രീകളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു രോഗിയാണ്, അതായത് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അയാളുടെ മനസ്സിന്റെ ചില തോന്നലുകളിൽ നിന്നാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ വെച്ചാൽ നമ്മുടെ ഭർത്താവിന് ഇപ്പോൾ ഒരു അസുഖം വന്നു, ഒരു മുറിവുണ്ടായി, അത് വാസനിക്കാൻ തുടങ്ങി, നമ്മളിപ്പോൾ ഇത് വാസനിക്കുന്നു എന്ന് പറയില്ലല്ലോ. നമ്മൾ തൽക്കാലം എന്ത് ചെയ്യും, അത് കഴുകി വൃത്തിയാക്കി ക്ഷമിച്ച് മുന്നോട്ട് പോകും. എന്ന പോലെ ഇതൊരു രോഗമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം, അയാൾ ആരോപണങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഇയാളെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള നിലക്ക് അതിനെ നിസ്സാരമായി കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് സത്യസന്ധമായും അയാൾ എന്നെ കുറിച്ചൊരു ആരോപണം പറയുന്നു എന്ന് റിയൽ ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇവരെ കുറിച്ച് ഇന്നേ വരെ അവരുടെ ബ്രദേഴ്സോ അയൽവാസികളോ സുഹൃത്തുക്കളോ ലോകത്തൊരാളും ഒരു സംശയവും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അവരങ്ങനത്തെ ഒരാളല്ല എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പൊ അത് ഇയാളുടെ ഒരു രോഗപ്രശ്നമാണ്. അതുകൊണ്ട് അയാള് നീ പിന്നെ വ്യഭിചരിച്ചിട്ട് വരികയാണ്, അല്ലെങ്കിൽ നീ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാന്ന് പറയുമ്പോൾ ഇത് ഇയാളുടെ ഒരു സുഖക്കടാണ്. അത് ഇന്നലെ രാവിലെയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ വൈകുന്നേരം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഞായറാഴ്ച കല്യാണത്തിന് പോയപ്പോൾ അവിടെ തോളം അയാൾ അതാ പറഞ്ഞത്. അപ്പൊ ഇത് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വിചാരിച്ച് നെവർ മൈൻഡ് ആക്കല്ലാതെ പലപ്പോഴും ഇതിന് വേറെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയൂല. ഇതില്